കഞ്ചാവ് അടിച്ചു വന്നവനും തൊഴിലെടുത്തോട്ടെ എന്നാണെങ്കിൽ അത് എത്രമാത്രം ശരിയാണെന്ന് എനിക്കറിയില്ല കേട്ടോ ശ്രീ കല്ലൂർ ശശി. അത് നിങ്ങളുടെ നിലപാട് എത്രമാത്രം അത് അംഗീകരിക്കപ്പെടുമെന്ന് പൊതുസമൂഹത്തിന് എന്തായാലും ആ നിലപാട് അംഗീകരിക്കാൻ പറ്റില്ല. മുൻപ് തിലകനെയൊക്കെ ഇവിടെ ഒരു കാരണവുമില്ലാതെ വിലക്കിയ സംഘടനകളൊക്കെയാണ് മലയാള സിനിമയിൽ ഇപ്പോഴും രാജാക്കന്മാരായി വിലസുന്നത്. അപ്പോഴാണ് കഞ്ചാവ് അടിച്ചുവെന്ന് സ്വയം സമ്മതിച്ച് അടുത്ത നാളെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നത്. ശ്രീ രാഹുൽ ഈശ്വർ, താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ശ്രീ മഞ്ജുഷ്, ഞാനൊക്കെ ആദ്യമേ എടുത്ത സമീപനത്തിലേക്ക് തന്നെയല്ലേ ഇപ്പോൾ എല്ലാവരും എത്തിച്ചേരുന്നത്. ഇതിന്റെ കാര്യം നമ്മൾ ചാനൽ ചർച്ചയിലിരുന്ന് യാന്ത്രികമായി നിയമത്തിന്റെ കണ്ണുകൾ നോക്കുമ്പോൾ എടുക്കുന്ന നിലപാടുകളല്ല ഇൻ റിയാലിറ്റി പലപ്പോഴും എടുക്കാൻ കഴിയുന്നത്. അവിടെയാണ് ഷൈൻ ടോം ചാക്കോ മാപ്പ് പറയുകയും ഇനിയും തനിക്ക് ഒരു അവസരം കൂടെ വേണമെന്ന് പറയുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ അടക്കം പറഞ്ഞത് ഈ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വെയിറ്റ് ചെയ്യുകയാണ്. ഒരു പക്ഷേ ആ അവസരം കൊടുക്കുകയും ചെയ്യുമായിരിക്കും. ഇനി അദ്ദേഹം അങ്ങനെ ഒരു അവസരമായി ചോദിക്കുന്ന ആദ്യമല്ലേ, ഒരിക്കൽ കൂടെ നമുക്ക് ക്ഷമിക്കുന്ന രീതിയിലേക്ക് എടുത്തുകൂടെ? അതായത് ഇതിന്റെ കാര്യം നേരത്തെ ശ്രീ ശ്രീത് ഭായ് പറഞ്ഞതുപോലെ വേറെ ആരോടെങ്കിലും ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അത് ഒബ്വിയസ്ലി ഇറ്റ് ഗോസ് വിത്തൗട്ട് സേയിങ്, അത് തെറ്റ് തന്നെയാണ്. ഡബിൾ സ്റ്റാൻഡേർഡ് കാണിക്കാൻ പാടില്ല. പക്ഷേ മയക്കുമരുന്നിൽ പെട്ടുപോകുന്നവർ വില്ലന്മാർ മാത്രമല്ല, വിക്ടിംസ് ആണ് എന്നൊരു സമീപനം ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളിലും ഉണ്ട്. ഉദാഹരണം കാനഡയിലെ ഗുഡ് സമരിറ്റൻ ആക്ട്, പോർച്ചുഗലിലെ ഡിസുവേഷൻ കമ്മീഷൻ. ചിലപ്പോഴൊക്കെ ഈ പാതയിൽ, തെറ്റിന്റെ പാതയിൽ വഴുതി വീഴുന്നതാണ്. അവരെയും കൂടി രക്ഷിക്കുന്ന ഒരു മനോഭാവമല്ലേ? അതായത് യേശുക്രിസ്തുവിന്റെ ജീവിതം ഏറ്റവും മനോഹരമായി സംഗ്രഹിച്ചുകൊണ്ട് മഹാത്മാഗാന്ധി പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫി. പക്ഷെ മലയാള സിനിമയിൽ അങ്ങനെയൊന്നും അല്ല ശ്രീ രാഹുൽ ഈശ്വർ. താങ്കൾക്ക് അറിയാൻ പാടില്ലാത്തതൊന്നുമല്ല. ഇവരെ പേടിച്ചാണ് മലയാള സിനിമയിൽ മറ്റുള്ളവർ അഭിനയിക്കാൻ വരുന്നത്. ഇവരുടെ സമയത്തിന് വേണ്ടി നോക്കി നിൽക്കും. ഇവർക്ക് കഞ്ചാവ് കിട്ടിയില്ലെങ്കിൽ ഇവർ അഭിനയിക്കില്ല. കഞ്ചാവ് കൊടുക്കാൻ വൈകിയാൽ സെറ്റിൽ നിന്ന് പോകും, പിറ്റേ ദിവസം സെറ്റിലേക്ക് വരില്ല. ശ്രീനാഥ് ഭാസി എന്ന നടൻ 58 ദിവസം കഴിഞ്ഞാണ് പിന്നീട് സെറ്റിലേക്ക് മടങ്ങിയെത്തിയത്. 5 ദിവസത്തേക്ക് ലീവ് എടുത്ത് പോയതാണ്. കഞ്ചാവ് കിട്ടാത്തതുകൊണ്ടാണ് പോയത്. അതെ, ശ്രീനാഥ് ഭാസി മുമ്പ് ഞങ്ങളുടെ ഒരു ആങ്കറിനെ, ഞങ്ങൾക്ക് അവതാർ എന്നൊരു സംഘടനയുണ്ട്, അതിലെ ഒരു ആങ്കറിനോട് അപമര്യാദയായി പെരുമാറിയതിന് ഞാനും ദീപയും ഒക്കെ ചേർന്ന് ശ്രീനാഥ് ഭാസിക്കെതിരെ കംപ്ലൈന്റ് കൊടുത്തതാണ്, സ്റ്റേറ്റ്മെന്റ് കൊടുത്ത. തീർച്ചയായിട്ടും അവർ തെറ്റിന്റെ പാതയിൽ പോകുന്നതിനെ നമ്മൾ അപലപിക്കണം. പക്ഷേ ഹേറ്റ് ദ സിൻ, നോട്ട് ദ സിന്നർ. മറ്റുള്ളവർ എന്തിനു സഹിക്കണം ഇയാളെയൊക്കെ? ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒക്കെ മറ്റുള്ളവർ എന്തിനു സഹിക്കണം? സിനിമയിൽ പലരും ഇക്കാര്യം പറയുന്നുണ്ട്, പുറത്തു പറയാൻ പേടിയാണ്. എന്തുകൊണ്ട്? ഈ പറയുന്ന ഫിലിം ചേംബറിനെയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെയും അമ്മയെയും ഈ പറയുന്ന ഫെഫ്കെയും ഒക്കെ പേടിച്ചവർ പുറത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ. ഇവരൊക്കെ കഞ്ചാവ് അടിച്ച് കാട്ടിക്കൂട്ടുന്ന കോപ്പായങ്ങൾ അവർ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീ രാഹുൽ ഈശ്വർ. അല്ല, ഒരു കാരണവശാലും അങ്ങനെ സഹിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അദ്ദേഹത്തിന് അവസാന ഒരു ചാൻസ് എന്ന രീതിയിലാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞത്. അതാണ് ഞാൻ കേട്ടത്. എനിക്ക് ഒരു ചാൻസ് കൂടി തരണം എന്ന് ഷൈൻ ടോം ചാക്കോ പറയുകയും അദ്ദേഹം ഡി അഡിക്ഷന് പോകണമെന്ന് ബി ഉണ്ണികൃഷ്ണനും ഫെഫ്കയും നിർദ്ദേശിക്കുകയും പറ്റി ചെയ്തു. ഹേറ്റ് ദ സിൻ, നോട്ട് ദ സിന്നർ എന്ന പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനം നിങ്ങൾ പാപിയെയാണ് കൂടെ നിർത്തേണ്ടത്. നിങ്ങൾ പാപത്തെ വെറുക്കണം, എന്നാൽ പാപിയെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിക്കണം. അത് ഗാന്ധിജിയുടെ ഒക്കെ ഉള്ളൊരു ഒരു ലൈനാണ്. ഇപ്പൊ നമ്മുടെ സഞ്ജയ് ദത്ത് ഈ തെറ്റിന്റെ പാതയിൽ പോയി തിരിച്ചു വന്ന ആളാണ്. ഫർദീൻ ഖാൻ എങ്ങനെയാണ്, രൺബീർ കപൂർ നിക്കോട്ടിൻ അഡിക്ഷൻ ആണെങ്കിലും അതിൽ പോയിട്ട് തിരിച്ചു വന്ന വ്യക്തികളാണ്. അപ്പോൾ ഇവരുടെ അടക്കം പ്രതിഭയും കഴിവും, ഞാൻ ഈ നിലപാട് അങ്ങയുടെ ചാനൽ ചർച്ചയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഈ പ്രതിഭയും താരമൂല്യം ഒക്കെ ഉള്ള നടന്മാരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരു അവസരം നോക്കാതിരിക്കരുത്. ശ്രീ മഞ്ജുഷ് ശക്തമായി ചോദിക്കുമ്പോൾ ഒരുപക്ഷെ കലൂർ സാറിനോ അല്ലെങ്കിൽ നമ്മുടെ വിനു കിരിയജിക്കോ അങ്ങനെ ഒരു നിലപാട് പറയാൻ കഴിയില്ല. കാര്യം ഇത് ടെക്നിക്കലി കേൾക്കുമ്പോൾ ശരിയായ ഒരു നിലപാടല്ല. പക്ഷെ പ്രായോഗികതയിൽ പോകുമ്പോൾ നമ്മുടെ ഒരു സഹോദരനോ സുഹൃത്തോ ആണ് മയക്കുമരുന്നിന് അടിമയായി. ടെക്നിക്കലി നോക്കുമ്പോൾ തൊഴിൽ നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ ഒരു ലഹരി അടിച്ച ഒരാൾ ഇന്ന് ലഹരി അടിച്ച് ഞാൻ ലഹരി അടിച്ചിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്ന ഒരാൾ നാളെ ആ സിനിമയിൽ അഭിനയിച്ചോട്ടെ, കുഴപ്പമില്ല. അയാൾ ഒരു തവണ കൂടി ലഹരി അടിച്ചാൽ അയാളെ മാറ്റാം, ആരെങ്കിലും പരാതി തന്നാൽ മാറ്റാം എന്ന് പറയുന്നതിനോട് അംഗീകരിച്ചു പോകാൻ പറ്റുകയില്ല. കാരണം അയാളെ അവിടെ നിന്ന് ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരുമുണ്ട്. കാരണം അയാളെ സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. അതുകൊണ്ടാണല്ലോ ഗതികെട്ട ഒരു പരാതി കൊടുത്തത്. ആ പരാതി തിരിഞ്ഞു നോക്കാത്തത് ഇതേ സിനിമാ സംഘടനകൾ തന്നെയാണ് ശ്രീ രാഹുൽ ഈശ്വർ. അല്ലാതെ അവർ സ്വന്തം ഇഷ്ടത്തിൽ പിൻവലിച്ചതാണെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ശ്രീ?